Welcome to RK's Stories. സേറയുടെ ഉത്തമഗീതം ഭാഗം 2. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്, ഇപ്പൊ എന്തായി? അനുഭവിക്ക്. കീബോർഡിന്റെ മുന്നിലിരുന്നു കൊണ്ട് ധ്രുവ് പൊട്ടിത്തെറിച്ചപ്പോ ആനന്ദ് ഒക്ടോപാഡിന്റെ ഒപ്പമുള്ള സിമ്പൽ അടിച്ചു. നീ എന്താ ആളക്കളിയേക്കണ? ധ്രുവ് അവനെ നോക്കി പല്ല് കടിച്ചു. അടുത്ത ശോകഗാനം പാടാൻ തയ്യാറെടുക്കുകയായിരുന്ന മെൽവിൻ അവനെ ആശ്വസിപ്പിച്ചു. ഓട്ടടാ, നമ്മുടെ ഇതൊരു മോനല്ലേ, വിഷമം കൊണ്ടല്ലേ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഇത് പക്ഷെ മറ്റേ വിഷമോടെ അവന്. സ്നേഹിച്ച വീട് തേച്ചിട്ട് പോവുക എന്നൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളാ. അതിനിപ്പോ കൂടി വന്നാല് അല്പം വെള്ളം അടിക്കും. നമ്മൾ ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു ട്രൂപ്പ് ആയതുകൊണ്ട് വെള്ളമടിക്കൊപ്പം അവന് വേണ്ടി കുറച്ച് ശോകഗാനങ്ങളും പാടാന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ എന്നതാ ഇവനീ പറയുന്നേ? ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിക്കോ. പറഞ്ഞു കഴിഞ്ഞതും ധ്രുവ് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എടാ പോകല്ലടാ. ഇലക്ട്രിക് ഡ്രംസിന് മുന്നിലിരുന്ന അയൻ അവനെ തടയാൻ നോക്കി. പോട്ടടാ, അവന്റെ കാലില് കൂച്ചു വിലങ്ങി വീഴാൻ പോവുകയല്ലേ. സമയത്തിന് വീട്ടിൽ കയറിയില്ലെങ്കിലേ കെട്ടാൻ പോകുന്ന പെണ്ണ് അവന്റെ കുരങ്ങ കുടിക്കും. ആനന്ദ് കളിയാക്കിയെങ്കിലും ധ്രുവ് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കളമശ്ശേരിയിലെ മെലോവേവ്സിന്റെ ഓഫീസ് കെട്ടിടത്തിന് മുകളിലുള്ള മുറികളിൽ ഒന്നിൽ എയ്തറെ സമാധാനിപ്പിക്കാൻ കൂടിയതായിരുന്നു അവർ 6 പേർ. ആരാധകരുടെ ഭാഷയിൽ പറയുകയാന്നേ, ഇലക്ട്രിക് ഡ്രംസിന്റെ തുടിപ്പുകളിൽ ഇടിമിന്നലുകൾ ഒളിപ്പിച്ച അയൻ താളവിസ്മയങ്ങളുടെ കലവറയായ ഒക്ടോപാഡിലെ കള്ളികളിൽ ഇന്ദ്രജാലം തീർക്കുന്ന ആനന്ദ്, വിരൽ തുമ്പുകളാൽ സംഗീതത്തിന്റെ തീജ്വാലകൾ പടർത്തുന്ന ലീഡ് ഗിറ്റാറിസ്റ്റ് എയ്തർ, കീബോർഡിൽ അക്ഷരലക്ഷം സ്വരരാഗങ്ങളുടെ മഹാസമുദ്രം തീർക്കുന്ന ധ്രുവ്, മുളന്തണ്ടിന്റെ സുഷിരങ്ങളിലൂടെ സ്വന്തം ജീവശ്വാസം പകർന്ന് കേൾവിക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാസ്മരിക സ്വരലയങ്ങൾ തീർക്കുന്ന ദാനൻ, തെന്നലിന്റെ തലോടൽ പോലെയുള്ള ശബ്ദത്തിൽ ബോളിവുഡ് പ്രണയ ഗാനങ്ങളുടെ ജീവൻ തുടിപ്പിക്കുന്ന മെൽവിൻ, പെൺകുട്ടികളുടെ ഉറക്കം കെടുത്തുന്ന മായിക സ്വരത്തിന്റെ ഉടമ. ഇവരെയൊക്കെ കൂടാതെ വേറെയുമുണ്ട് ഗടികള്. പക്ഷെ കൂട്ടത്തിൽ ഇതാ മെയിൻ ഗ്യാങ്. ഇതിൽ 40 വയസ്സുകാരനായ ദാനൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം 28-നും 30-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന ഗ്ലാസുകൾ, പാതി കാലിയായ കുപ്പികൾ, എരിഞ്ഞൊടുങ്ങിയ സിഗരറ്റ് കുറ്റികൾ. ഇതൊക്കെ കൂടാതെ എറിഞ്ഞുടച്ച താജ്മഹലിന്റെ ചെറിയൊരു പതിപ്പ് റൂമിലെ കാർപ്പറ്റിൽ ഒരു പഴയ പ്രണയത്തിന്റെ ഓർമ്മകളും വേറി കിടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം ലളിതമാണ്. മെലോവേവ്സ് എന്ന അവരുടെ ബാൻഡിലെ മുൻ ഗായിക അനന്യയുടെ ആദ്യ രാത്രിയാണ് ഇന്ന്. അതും പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശരത്തിന്റെ കൂടെ. ഈ ആദ്യ രാത്രി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഈതറിനെയാണ്. കാരണം അനന്യയുടെ ആദ്യ രാത്രിയിൽ അവൾക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നത് അവനായിരുന്നു. കഷ്ടകാലത്തിന് കൊള്ളാവുന്ന ഒരുത്തനെ കിട്ടിയപ്പോ അനന്യ അവനെ നൈസാട്ടങ്ങ് തേച്ചു. അതിന്റെ സങ്കടം തീർക്കാൻ സന്ധ്യക്ക് തുടങ്ങിയ വെള്ളവടിയാ ഇപ്പൊ ദാണ്ട് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. എയ്തർ അവിടത്തെ സോഫയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് കണ്ണു തുറക്കാൻ പോലും ശേഷിയില്ലെങ്കിലും ഇടയ്ക്കിടെ പാതി മയക്കത്തിൽ അവൻ പുലമ്പുന്നത് ഒരേ ഒരു കാര്യമാണ്. എനിക്കും വേണ ഒരു ആദ്യ രാത്രി. ഇന്ന് തന്നെ ഈ രാത്രി തന്നെ. അവൾ അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കുമ്പോ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നോടാ. പറയടാ, എനിക്ക് വേണോടാ ഒരു പെണ്ണിനെ. എയ്തറിന്റെ ശബ്ദം ഇഴഞ്ഞു, പിന്നെ മുറിഞ്ഞു. മെൽവിൻ തന്റെ തലയിൽ തല്ലി. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. നേരെ നിൽക്കാൻ പറ്റുമായിരുന്നേ, പോട്ടെ നോക്കായിരുന്നു. ഇതിപ്പോ പാന്റിന്റെ സിബ് എവിടെയാണെന്ന് പോലും അറിയാത്ത കണ്ടീഷനില്ല. ഫസ്റ്റ് നൈറ്റ് വേണമെന്ന് എന്നാ ഉണ്ടാക്കാനാണാവോ. ആനന്ദ് ഒരു പെഗ് കൂടി ഗ്ലാസ്സിലേക്ക് പകർന്നു. അതാ ഞാൻ പണ്ടേ പറയുന്നത്, ഈ കല്യാണം പ്രേമം എന്നൊക്കെ പറയുന്നത് മഹാശല്യമാ. സിംഗിൾ ആയിരിക്കുന്നതിന്റെ സുഖമൊക്കെ ഇവരൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പറഞ്ഞതിനൊപ്പം ആശാൻ ഒരു സിമ്പിൾ ഒടിച്ചു. അവസരം കിട്ടിയാൽ സംസാരത്തിനിടയിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സിമ്പിൾ അടിക്കുന്നത് പുള്ളിയുടെ ഒരു പതിവാ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ ഇവനെന്ത് ചെയ്യും? അങ്ങനെ ഒരു പെണ്ണിനെ ഈ പാതിരാത്രിക്ക് എവിടെ നിന്ന് എടുക്കാനാ? അയ്യൻ സംശയത്തോടെ ചോദിച്ചു. പെട്ടെന്നാണ് മുറിയുടെ മൂലയിൽ ഗ്ലാസ്സിലെ ഐസ് ക്യൂബ് കറക്കിക്കൊണ്ടിരുന്ന ദാനൻ എഴുന്നേറ്റത്. ആശാന് സ്ത്രീകളെന്ന് കേൾക്കുന്നത് തന്നെ അലർജിയാ. ലോകത്തുള്ള സകലമാന പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകളാണെന്ന് വിശ്വസിക്കുന്ന അങ്ങേരുടെ എരണം കേട്ട ഉപദേശങ്ങൾ കൊണ്ടാ ആനന്ദിന് കല്യാണത്തിനോടും പ്രേമത്തിനോടും ഒക്കെ വെറുപ്പായത്.
ഒരുത്തനെയെങ്കിലും തന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റിയതിന്റെ അഹങ്കാരം പുള്ളിക്ക് ചില്ലറയൊന്നുമല്ല. അങ്ങേരെ എഴുന്നേറ്റ് ഈതറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അടി കൊണ്ട് കിടക്കുന്ന പാമ്പ് തലപോകുന്നത് പോലെ ഈതർ തലപൊക്കി നോക്കി. ഒന്നാ ഒന്നാ ഇല്ല, മക്കള് ചാച്ചിക്കോ, ചേട്ടനെ ഇപ്പൊ കൊണ്ടുവരാം. കയ്യിലിരുന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അങ്ങേര് ബാക്കിയുള്ളവന്മാരുടെ നേരെ തിരിഞ്ഞു. ദേ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, അവനൊരു 6 പെണ്ണിനെ ഈ ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കാം. മുറിയിൽ പെട്ടെന്നൊരു മൂകത വരുന്നു. ആനന്ദിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീഴാൻ പോയി. അയൻ കുടിച്ച മദ്യം നെറുകയിൽ കയറിയതുപോലെ ചുമച്ചു. ദാനം ചേട്ടോ, നിങ്ങൾക്ക് ഈ പണിയുണ്ടോ? മെൽവിൻ അത്ഭുതത്തോടെ അങ്ങേരെ നോക്കി. ഒരാട്ടായിരുന്നു മറുപടി. ആ ചെക്കൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നറിഞ്ഞ് അതൊന്ന് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചപ്പ അവന്റെ ചോദ്യം കേട്ടില്ലേ? അതേടാ, എനിക്ക് മാമാപ്പണിയുണ്ട്. എന്തേ, നിനക്ക് വേണോ? വേണോടാ. അങ്ങേര് മുണ്ടും മടക്കി കുത്തി അവന്റെ നേരെ ചെന്നോടെ മെൽവിൻ ചുമൽ കൂച്ചി. ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല ചേട്ടാ. പെണ്ണുങ്ങളെ കണ്ട 10 മീറ്റർ മാറി നടക്കുന്ന നിങ്ങളാണോ ഇവര് പെണ്ണിന് സെറ്റാക്കി കൊടുക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ചോദിച്ചതല്ലേ? എടാ, നമ്മുടെ ചെക്കനൊരു ആവശ്യം വന്നാൽ നമ്മളല്ലേ ഉള്ളൂ സഹായിക്കാൻ. ആ ടോൾ ജംഗ്ഷന്റെ പരിസരത്തോ അല്ലെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോ ഒക്കെ പോയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടാതിരിക്കില്ല. അങ്ങേര് നിന്ന് കണക്കൂട്ടി. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഈ ചെക്കനെ കൊലക്കൊടുക്കാനാണോ പോകുന്നത്? അതൊക്കെ ലോക്കലായിരിക്കും, വല്ല അസുഖവും പിടിച്ചാലുണ്ടല്ലോ. അയൻ എഴുന്നേറ്റ് അങ്ങേരുടെ നേരെ ചെന്നു. എന്റെ പൊന്നടാവേ, ഇവന്റെ ഈ അവസ്ഥയിൽ ആരെ കിട്ടിയാൽ എന്നാ ചെയ്യാനാന്നേ? വേണമെങ്കിൽ ഒരു ആശ്വാസത്തിന് കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് എവിടെയെങ്കിലും കിടക്കട്ടെ. അതുകൊണ്ട് ഒരസുഖവും വരാൻ പോകുന്നില്ല. നിങ്ങൾ വാ, വന്നേ, വണ്ടിയെടുക്ക്. അങ്ങേര് മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി മുന്നിൽ നടന്നതോടെ മെൽവിൻ അയനെ നോക്കി എന്ത് വേണമെന്ന് ചോദിക്കും പോലെ പുരികങ്ങൾ ഉയർത്തി. അവൻ കൈ മലർത്തി കാട്ടിയിട്ട് പറഞ്ഞു, വാ, പോയി നോക്കാം. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഏതിനു കൂട്ടിരുന്നേക്കാം. ആനന്ദ് കൂട്ടിരിപ്പിന്റെ സിമ്പൽ അടിച്ചതാ. അതെ, ഇതുവല്ലോ നടക്കുക. കുറെ നേരമായല്ല ഈ റോഡ് മുഴുവൻ ടോട്ടിക്കണത്. വണ്ടി സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അയൻ ദേഷ്യപ്പെട്ടു. ഹാ, നീയൊന്ന് അടങ്ങുമോനെ. ഇത് വിശക്കുമ്പോ ഫോണിൽ കുത്തിയ വീട്ടിൽ വരണ ഭക്ഷണം പോലെ അല്ല, മെനക്കേടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലിരുന്നും കൊണ്ട് ദാനൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പോ ഇടപ്പള്ളി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും മീൻപൊടിക്ക് പോലും ഒരെണ്ണത്തിനെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാ? പിന്നിലിരുന്നും കൊണ്ട് മെൽവിനും പിരിമുറുക്കി. ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ മാനം പോകുന്ന ഏർപ്പാടാ. ഓ പിന്നെ, ഒന്ന് പോയെടുക്ക, അറിഞ്ഞാൽ നമുക്കെന്ത് പുല്ല. എടോ അണ്ണ, തനിക്ക് അങ്ങനെയൊക്കെ പറയാം. ചോദിക്കാനും പറയാനും ആളില്ലാത്തതാ. ഞങ്ങളങ്ങനെയല്ല. ആ സാൻവി എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നാളെ തൊട്ട് പാട്ട് പാടാനേ വേറെ ആളന്വേഷിക്കേണ്ടി വരും. നിന്റെയൊക്കെ ജീവിതം അങ്ങനെ പെണ്ണുങ്ങളുടെ കൈകൊണ്ട് അവസാനിക്കത്തേ ഉള്ളടാ. നീയൊക്കെ ആനന്ദിനെ കണ്ട് പഠിക്ക്. പെണ്ണെന്ന് കേട്ടാലേ അവൻ അലർജിയാ. അതിന്റെ ഒരു സമാധാനം അവനുണ്ട്. ഒന്ന് നിർത്താവോ? അയൻ വീണ്ടും കിടന്ന് കാറി. എങ്ങോട്ടാ പോകേണ്ടെന്ന് വെച്ചാ പറയും. ഇല്ലേതേ, ഞാൻ ഇപ്പൊ കാറ് കളമശ്ശേരിയിലേക്ക് എടുക്കും. നേരെ സൗത്തിലേക്ക് വിട്ടോ, അവിടെ എന്തായാലും ഉണ്ടാവും. ദാനൻ ഉറപ്പു പറഞ്ഞതോടെ അയൻ വണ്ടി എടുത്തു. അവിടുന്ന് പെണ്ണിന്റെ പോക്കി നല്ല പരിചയമുള്ളത് പോലെയാണല്ലോ എന്നാ പറച്ചില്. മെൽവിൻ പിന്നിലിരുന്ന് വീണ്ടും ചൊറിഞ്ഞു. അതേടാ, പരിചയം ഉണ്ടായിട്ട് തന്നെയാ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിയത്. ശരി, അപ്പൊ ഇയാള് സ്ത്രീ വിദ്വേഷിയാണെന്ന് ചുമ്മാ പറയുന്ന ആളല്ലേ? എടാ ചെറുക്ക, നീ എന്റെ സ്ത്രീ വിദ്വേഷത്തിൽ കയറി പിടിച്ചാണ്ടല്ല എന്റെ സ്വഭാവം മാറും. പറ്റിറങ്ങാത്തതിന്റെ തണ്ട് കാട്ടിക്കൊണ്ട് ദാനൻ ഇരട്ടി വലിപ്പമുള്ള മെൽവിന് നേരെ കൈയോങ്ങി. അടങ്ങണ്ണ, സ്ത്രീ വിദ്വേഷിയാണെന്ന് പറഞ്ഞിട്ട് ഡിങ്കോൾഫിക്കായി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. മെൽവിൻ ആ കൈ നിസ്സാരമായി പിടിച്ചു മാറ്റിക്കൊണ്ട് ചിരിച്ചു. എടാ, അത് വെറും ബയോളജിക്കൽ നീഡ് മാത്രം. അതിനുവേണ്ടി പുരുഷൻ സ്ത്രീയുടെ അടിമയാകേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്ക്. അതും പറഞ്ഞുകൊണ്ട് അങ്ങേര് സീറ്റിലേക്ക് ചാരി കിടന്നപ്പോ കൂടുതൽ ഇളക്കിയാൽ താൻ തന്നെ അങ്ങേരെ തല്ലേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ മെൽവിനും പിന്നെ മിണ്ടിയില്ല. അയൻ മുന്നിലേക്ക് നോക്കി കാർ ഓടിക്കുകയാണ്. റോഡിൽ തിരക്കില്ലെങ്കിലും വാഹനങ്ങൾ ആ പാതിരാത്രിയിലും നിരത്തൊഴിഞ്ഞിട്ടില്ല. തുറന്നിരിക്കുന്ന ചില കടകളുടെ മുന്നിൽ ആളുകളുണ്ട്. ദേ, അങ്ങോട്ടെടുത്തോ. സൗത്തിലെത്തിയതും ദാനൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ചൂണ്ടിക്കാട്ടി. അയൻ വണ്ടി അങ്ങോട്ടെടുത്തു. അവിടെ നിന്ന് ഇടത്തേക്ക്. പറഞ്ഞതുപോലെ വണ്ടി വീണ്ടും ഇടത്തേക്ക് തിരിച്ച് അല്പദൂരം മുന്നോട്ട് പോയതും ദാനൻ അയന്റെ തോളിൽ തോണ്ടി. നിർത്ത്, ഒതുക്കി നിർത്ത്. അവൻ വണ്ടി സൈഡാക്കി. ദാ കണ്ടോ, നിൽക്കണോ? ദാനൻ ചൂണ്ടിക്കാട്ടി ഇടത്തേക്ക് മെൽവിനും അയനും നോക്കി. അല്പം മുന്നിലായി ഒരു കടയുടെ വശത്തേക്ക് ചേർന്ന് ജീൻസും ടോപ്പും ധരിച്ച കണ്ണട വെച്ച ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. തോളൊപ്പം വെട്ടിയിട്ടിരിക്കുന്ന മുടി, ഒരു ബാക്ക് പാക്കും ഉണ്ട് പുറകിൽ. ഇതോ?
സംശയം നിറഞ്ഞ കണ്ണുകളോടെ അയൻ ദാനന്റെ നേർക്ക് തിരിഞ്ഞു. യേസ്, ഇത് തന്നെ ആള്, ബംഗാളിയാ. എന്റെ അണ്ണ അതിനെ കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ ഏതോ കൊച്ചിനെ പോലെ ഉണ്ട്. വെറുതെ പോയി അടി വാങ്ങണോ? കണ്ണുകൾ ചുളിച്ച് അയൻ ആ പെൺകുട്ടിയെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. കൊക്ക എത്ര കോളം കണ്ടതാണ് ചെറുക്ക. നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി പോക്കാം. അതും പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങി മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പോകുന്നവരെ നോക്കി അയനും മെൽവിനും കാറിൽ തന്നെ ഇരുന്നു. ദാനണ്ണൻ ആ പെൺകൊച്ചിന്റെ അടുത്തേക്ക് ചെന്ന് എന്തോ പറയുന്നതും ആ കൊച്ചു കാലുയർത്തി അങ്ങേരുടെ അടിവയറ്റിൽ ചവിട്ടുന്നതും കണ്ടതോടെ അയൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അങ്ങോട്ടേക്ക് നോക്കുന്നതും അണ്ണൻ മുണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ എതിർദിശയിലേക്ക് ഓടുന്നതും കണ്ട് അവൻ കണ്ണു മിഴിച്ചു. ഇയാളിതെങ്ങോട്ടേക്ക് ഓടണേ? കൂളാന്വേഷിച്ച് ഓടുന്നതായിരിക്കും. പൊക്കല്ലേ, നീ വണ്ടി വിട്. പിൻസീറ്റിൽ ഇരുന്നും കൊണ്ട് മെൽവിൻ തിരക്കൂട്ടി. അയൻ അവനെ തിരിഞ്ഞു നോക്കി. അപ്പോ അയാളോ? വഴിയറിയാത്തതല്ലോ, വന്നോളൂ, നീ വണ്ടി വിടറാ. ആ പെൺകൊച്ച് ഇങ്ങോട്ടേക്ക് കൈ ചൂണ്ടി എന്തോ പറയുന്നതും കൂടി കണ്ടതോടെ മെൽവിൻ അലറി. തുടരും. അഭിപ്രായം പറയണേ. സേറയുടെ ഉത്തമ ഗീതം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്